വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. 24 മണിക്കൂറിനിടെ 6 സംസ്ഥാനങ്ങളിലായി 28 ആളുകൾക്ക് അന്ത്യമുണ്ടായി. അസമിലും മിസോറാമിലും വ്യാപക മണ്ണിടിച്ചിൽ. മണിപ്പൂരിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നിരവധി പേരെ ഒഴിപ്പിച്ചു എന്ന വാർത്ത. വിനീതയല്ല, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള ശക്തമായ മഴയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് രൂക്ഷമായ നാശം വിതച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ തുടരുകയാണ്. 2 ദിവസങ്ങൾക്കിടെ 31 പേരാണ് 6 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായി മരിച്ചത്. അതിൽ കഴിഞ്ഞ 24 മണിക്കൂറാണ് ഏറ്റവും രൂക്ഷമായ സാഹചര്യമുണ്ടായത്. 24 മണിക്കൂറിനിടെ മാത്രം 28 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 6 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായി. അരുണാചൽ പ്രദേശിൽ 9 പേരാണ് മരിച്ചിരിക്കുന്നത്. അത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരു വാഹനം പൂർണ്ണമായും ഒഴുകിപ്പോയാണ് 7 പേർ മരിച്ചത്. മതിലിടിഞ്ഞ് 2 പേരും മരിച്ചിരിക്കുന്നു. 6 പേർ മേഘാലയയിലും ഒപ്പം തന്നെ അസമിലും മിസോറാമിലും 5 പേർ വീതവും, ത്രിപുരയിൽ 2 പേരും, നാഗാലാൻഡിൽ ഒരാളും മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും ഈ മേഖലയിലെ 6 സംസ്ഥാനങ്ങളിലായി 5 ദേശീയപാതകളിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ദേശീയപാതകളുടെ ഭാഗങ്ങൾ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കൂടാതെ അസമിൽ വെള്ളപ്പൊക്കം അതീവ രൂക്ഷമാണ്. തലസ്ഥാനത്തടക്കമുള്ള ഇടങ്ങളിൽ വെള്ളം പൊങ്ങിയിരിക്കുന്നു. അതിൽ ഒപ്പം തന്നെ സിൽച്ചർ മേഖലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 358 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതീവ രൂക്ഷമായ സാഹചര്യം ഈ മേഖലകളിൽ എല്ലാം തന്നെ തുടരുകയാണ്. മണിപ്പൂരിൽ ഇൻഫാൽ നദി കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് 3 ഗ്രാമങ്ങളെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഈ ഇടങ്ങളിലെല്ലാം തന്നെ തുടരുന്നു. അതിനിടെ 5000-ഓളം പേർ ഈ 6 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായി ടൂറിസ്റ്റുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമുണ്ട്. ഇവരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നാണ് സംസ്ഥാന സർക്കാരുകൾ അറിയിക്കുന്നത്. എന്നാൽ ഇവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം ഇപ്പോൾ മിസോറാമിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. മേഘാലയയിലും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഒപ്പം തന്നെ ഒഡീഷ, പശ്ചിമ ബംഗാളിലെ ഹിമാലയൻ മേഖല കൂടാതെ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ഇന്ന് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. SK